ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുള്ളൂ. ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് കുറച്ച് നേരമായി. പക്ഷെ ഇങ്ങനെ കിടന്നോടത്തുനിന്ന് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഉറങ്ങിയപ്പോൾ എന്താ പറയുക, ഇന്ന് പുലർച്ചെ 3:30 ഒക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത്. കാരണം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. മാർച്ച് 22 നോമ്പിൻ്റെ അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ പ്രാവശ്യം അതേ നോമ്പിൻ്റെ ടൈമിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അതേപോലെ തന്നെ. അപ്പോൾ കേക്ക് കട്ടിങ്ങും പിന്നെ ഗിഫ്റ്റുകളൊക്കെ തുറക്കണതിൻ്റെതും അങ്ങനെയൊക്കെ തുറന്നു വന്നപ്പോഴേക്കും പിന്നെ റൂമിലുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിരുന്നപ്പോഴേക്കും ഏകദേശം 3 മണിയായി. പിന്നെ എന്താ, ബർത്ത്ഡേനെ പറ്റിയിട്ട് എൻ്റെ ബർത്ത്ഡേ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്യാണ്ടിരുന്നിട്ടില്ല. ആകെ ഒറ്റ തവണ മാത്രമാണ് ആഘോഷിക്കാണ്ടിരുന്നിട്ടുള്ളൂ. അത് എൻ്റെ ഉമ്മ മരിച്ച ടൈമിലുള്ള മാർച്ചിലാണ് ഉമ്മ മരിച്ചത്. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ഒരൊറ്റ ബർത്ത്ഡേ മാത്രമാണ് നടക്കാണ്ടിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ബർത്ത്ഡേയും ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ വാപ്ചായാലും എൻ്റെ അഫ്സൽക്കുണ്ട് ആളായാലും കേക്കൊക്കെ വാങ്ങി സെറ്റാക്കും. എനിക്ക് എങ്ങനെയാ വെച്ചാൽ എന്താ പറയുക, ഒരു കേക്ക് മുറിക്കണം, അങ്ങനെയാണ്. അതിപ്പോൾ ക്രീം കേക്ക് ആണെന്നൊന്നുമില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ക്രീം കേക്ക് അങ്ങനെ ഒന്നുമില്ല. സാധാ ഒരു കേക്കായാലും മതി. മുമ്പായാലും അതെ, എപ്പോഴും ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ വീട്ടിലത്തെ ഒരു സംഭവം വെച്ചാൽ ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ തന്നെ കുറേ ബർത്ത്ഡേ ഉണ്ട്. ലൈക്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അത്തുവിൻ്റെ. പിന്നെ സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ തേർഡ് വീക്ക് ആകുമ്പോൾ വാപ്പിച്ചിരത്. ഇപ്പോൾ ലാസ്റ്റത്തെ വീക്കിൽ എൻ്റെത്. അങ്ങനെ ഈ മാർച്ചിൽ ഫുള്ളൊരു നാട്ടിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ടൈമിൽ മാർച്ചിൽ ഫുള്ള് കേക്കിൻ്റെ അയ്യലുകളിൽ ഫുള്ള് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അതുപോലെ ഞങ്ങളവിടെ കേക്കൊക്കെ ആയിട്ട് മെയിനായിട്ട് നിന്നിരുന്നത് അഫ്സൽക്കാണ് കേട്ടോ. അഫ്സൽക്ക എല്ലാവരുടെ ബർത്ത്ഡേ അങ്ങനെ ഒരു കേക്ക് മുറി ഇക്കൊക്കെ എപ്പോഴും നടത്തും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വാപ്പച്ചി ഉണ്ടാവും. അങ്ങനെ ആയിരുന്നു അവിടെ. പിന്നെ എന്താ പറയുക, എൻ്റെ ഫേസിൽ വലിയ ഒരു സർപ്രൈസ് ആയ സംഭവം ഒന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് എക്സ്പ്രഷൻ പുറത്തേക്ക് വരില്ല. പിന്നെ മാത്രമല്ല, ഓൾറെഡി എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും കേക്ക് ഉണ്ടാവും, അതുപോലെ ഗിഫ്റ്റ് ഉണ്ടാവും എന്ന് ഷിക്കുവിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. എനിക്ക് ഓൾറെഡി അറിയായിരുന്നു, കാരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് അത് ഓൾറെഡി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് മുങ്ങിയതും വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് സർപ്രൈസ്ഡ് ആയില്ല. പിന്നെ ഒരാളുടെ ഗിഫ്റ്റ് വന്നപ്പോൾ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഫജീല താത്ത. എന്തേ പടച്ചോന കേക്ക് വലുതായി. ഇത് ഞാൻ മേടിച്ചല്ലേ, ഒരു മേടിച്ചാണ്. മൈലോ ഹാർട്ടുണ്ട് 3 എന്റെ ഹൃദയാണ് ഇരിക്കണ 3. ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോഴാണ് കളർഫുൾ ആയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, അത് നോട്ടീസ് അടിച്ച് വിളംബരം ചെയ്തിട്ട് പോവാ. രണ്ടാലും വേണം. ഞാനാണ് പിടിക്കണത്. മുറിക്കു പവതി. ഇനി ഇഷ്ടല്ലെന്ന് പറയരുത്. ഇതല്ല കിട്ടും.
എടുത്ത് വാരി കൊത്ത്. അങ്ങനെ പജിയുടെ 40-ാം പിറന്നാൾ. ദുഷ്ടത്തി. ഞാൻ ആദ്യം തിന്നിട്ട് ഇങ്ങനെ തിന്നാ മതി. പാവം ഞാൻ. നിനക്ക് അതിന് തന്നെ കൊടുക്ക. അതില് ബാക്കിയുണ്ട് ഇഷ്ടം പോലെ. തിന്ന അവിടുന്ന് കുടിസ്. തേക്കാനില് തരാനാണ്. നല്ല കേൾക്കുന്നോ? ലാസ്റ്റ് പാവം കുട്ടി ഒന്നും അറിയാതെ ഉറങ്ങണ്ട്. അയ്യോ ഞാൻ കൊടുത്തില്ല ഫജിക്ക്. അതാ ഈ കണ്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. ഇതാര് തന്ന? അൻഷാദ് ആൻഡ് ഷഹനാടെ ഗിഫ്റ്റ്. ഞാനിത് ഡെലിവറി ചെയ്തത് റിസീവ് ചെയ്തത്. ആ ടൈമിൽ ഞാൻ പുറത്തു പോയത്. എന്നോടാണ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി, അത് ശരിയാ. ഓക്കെ ഓക്കെ. തുറക്കൂ ഭവതി. ഇവിടെ രണ്ടുപേര് കേൾക്കുന്നത് തീർക്കുന്നുണ്ട്. ഈ അവസരം ഇനി കിട്ടത്തില്ലാന്ന്. ആ അൻഷാദ് അവിടെ അവന്റെ വർക്ക് തന്നെയല്ലേ. പൊളിച്ച് മോനെ പൊളിച്ച് ഫ്രെയിം. അത് പൊളിച്ചിട്ടാ, അത് സെറ്റായിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിൽ നിന്നുള്ള എടുത്തത്. അവനെടുത്തത്. നമ്മള് ഫോട്ടോ അവനെ ഇന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ അവന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫ്രെയിം ആക്കിയതാണ്. സംഭവം സൂപ്പർ ഇട്ടാ. ഇല്ല ചോദിച്ചിട്ടില്ല. അവനക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു സംഭവം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. രസമുണ്ട് സാധനം അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഡ്രസ് എന്താ ലെങ്തി ആയിട്ടുള്ള അല്ലേ? പ്ലെയിന് സാധനം. അതിന്റെ ഓവർ കോട്ട് ഉണ്ടാവും സംഭവം. അങ്ങനെ ഇടണ തോന്നുന്നു. അതിന്റെ മേലെ കൂടെ ഇടണ തോന്നുന്നു. അങ്ങനെ ഡബിൾ ലെയർ ആയിട്ടുള്ള സംഭവം. രസമുണ്ട്. ഇത് എന്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ആയില്ലേ? അത് ശരി. ആണ് സംഭവം. സെറ്റ്. ഇത് ടൈറസ് ഉണ്ടാവും. നല്ല ലൂസ് ടൈപ്പ്. ഇതാ ബാഗി ടൈപ്പുള്ള രസമാണ് സംഭവം. പൊളിച്ച്. ഇല്ല അത്ര. ഇത് രസമുണ്ട് കേട്ടോ. സംഭവം രസമുണ്ട്. ഇത് ഹാഫ് ആയിട്ട് ഇട്ടാ. പിന്നെ ഒരു ഇത് കുഴപ്പമില്ല. ലൂസ് ടൈപ്പാണ് സാധനം. അത് സെറ്റാ. കവർ നൈക്കിന്റെ ഷൂവ്.
എക്സ്പ്രഷൻ ഒന്നും എനിക്ക് വരില്ല കേട്ടോ. അത് പണ്ടേ ഇല്ലല്ലോ എനക്ക്, അതെനക്ക് പണ്ടേ ഇല്ലല്ലോ. എന്റെ സൈസ് എങ്ങനെയാണെന്ന് മനസ്സിലായി. സൈസ് പറഞ്ഞു അത് അതിട്ട് നോക്കുന്നിട്ടല്ലേ. എന്ത് ഷൂ എന്താ എനിക്ക് വേണ്ടേ? മിഠായിയാ? മിഠായി അല്ല, പുടുങ്ങാഴിയാണ്. അനക്ക് ഞാൻ ഇത് മിഠായി അല്ല മേടിച്ചുതരാം. പക്ഷേ എന്റെ ഹസ്ബൻഡിന്റെ സെലക്ഷൻ അത് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ആ ലൈസ് ഒക്കെ അയക്ക് കഴുതേ. സെലക്ഷൻ അങ്ങനെ മാറ്റാവുന്നതേ ഉള്ളൂ. ഡോണ്ട് ബെറി അതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ അപ്പ ഈ എണ്ണ ഉണ്ടാക്കൂടി അറിഞ്ഞാ മതി. ബ്രാൻഡ് ഫോർ ലെസ് ആണല്ലേ. അതൊക്കെ പറയാ. അല്ല ഇല്ല ഉറപ്പാ? ഒരു മിനിറ്റ് സൈസ് കറക്റ്റ് ഞാൻ വെച്ച 39 ആണ്, പക്ഷെ 38 ആണ് കറക്റ്റ് സൈസ്. സെറ്റ് സെറ്റ്. നീ പറയാ മുൻകൂർ ജാമ്യം, മുൻകൂർ ജാമ്യം. വീഡിയോ എടുക്കട്ടെ. ആ അത് രസമുണ്ട് സാധനം. കൊള്ളാം കൊള്ളാം. നോക്കടാ ബാർക്കോട് നോക്കുന്നു. ഓക്കെ സെറ്റാണ്. അല്ല ഇങ്ങനത്തെ ബാഗ് എന്തായാലും ഒരെണ്ണം മേടിക്കണം വിചാരിച്ചിരുന്നേ. കളഞ്ഞോ കളഞ്ഞോ? ഇല്ല 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 വെച്ചോ. നോക്കാതെ ഇത് രസമായി. ഇതേപോലെ ഒന്ന് ഫ്രെയിം ആക്കണം എന്ന് പജിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളെ ഫോട്ടോ അങ്ങനെ ഒന്ന് ഫ്രെയിം ആക്കി തരണം എന്നുള്ളത്. അതെ ആ അങ്ങനെ ഫ്രെയിം ആക്കി എടുക്കണം. പക്ഷെ ഇത് സെറ്റാണ്. ഗ്ലാസ്സിൽ അടിപൊളിയായിട്ട് അൻഷാന്റെ വർക്ക്. ആ അൻഷാ ചെയ്ത പൊളിച്ച്. അൻഷാന്റെ വർക്ക് ഡിസൈനിങ് ആണ്. അത് ഫ്രെയിം ആക്കുന്ന ആൾക്കാരൊക്കെ വേറെ ഉണ്ടാവും. പക്ഷെ അവനെ എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് തന്നില്ലേ, അതാണ് അതിന്റെ സംഭവം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയൊരു അതിങ്ങനൊക്കെ ആക്കണമെങ്കിൽ അതിനുള്ളൊരു ഇത് വേണം. ഫ്രെയിം ഉണ്ടായിരുന്നില്ല, ഒരു ഫ്രെയിമാണ് ഫസ്റ്റ് ഫ്രെയിം. അപ്പോൾ താങ്ക് യു പറ. അങ്ങനെ പറയാറില്ല. എക്സ്പ്രഷൻ നോ എക്സ്പ്രഷൻ, എക്സ്പ്രഷൻലെസ് ഗേൾ. ബർത്ത്ഡേ കുട്ടിക്ക് സുഖായി. ഇതൊരു ബാഗ് എന്റെ ഉണ്ടായിരുന്നു സംഭവത്തില്. പക്ഷെ അത് ഞാൻ ഇടാണ്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വിടൂലേ, എന്തായാലും പറയാ പോയി. അതായത് വെറുതെ വെച്ചിട്ട് പോയി. എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ബാഗ് എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനത്തെ ബാഗ്. ഓക്കെ ഓക്കെ ടേക്ക് കെയർ. ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാംസങ് ഐഫോണും തമ്മിലുള്ള ഡിബേറ്റ്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ. ഇന്നത്തേക്ക് എത്ര